മൂന്നാർ മേഖലകളിൽ വന്യജീവി അക്രമം രൂക്ഷമാണെന്ന പ്രദേശവാസികൾ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 പശുക്കളെയാണ് അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. അക്രമത്തിന് ഇരയായ 2 പശുക്കൾക്ക് ഗുരുതര പരിക്കേറ്റു. അക്രമം രൂക്ഷമായ സാഹചര്യത്തിൽ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ഏക ഉപജീവന മാർഗമായ പശുക്കളാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒരാഴ്ചക്കിടെ 5 പശുക്കൾ കൊല്ലപ്പെടുകയും 2 പശുക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സൈലന്റ് വാലി, ഗുണ്ടുമല, ദേവികുളം മേഖലകളിലാണ് വന്യജീവി ആക്രമണം രൂക്ഷമായിരിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. மக்கள் எல்லாத்துக்குமே தெரியும். மூணாரை பொறுத்த வரைக்கும் மக்களுடைய வாழ்வாதாரன்றது எப்படின்னு பார்த்தீங்கன்னா, ஒரு மனிதன் இன்னைக்கு எஸ்டேட்ல மாடை வளர்த்து அந்த பாலை விலைக்கு கொடுத்து தான் இன்னைக்கு எல்லாரும் பிள்ளைகளையும் படிக்க வைக்கக்கூடிய ஒரு சூழ்நிலை. இது பல தடவை நம்ம இந்த மாதிரி பேப்பர் நியூஸுகள்லாம் சொல்லிட்டு இருக்கிறோம். ஆனால் இதுக்கு தகுந்த முடிவுகள் இது வரைக்கும் யாருமே எடுக்கலை. சைல்டு வேலை 3rd டிவிஷன்ல பார்த்தீங்கன்னா காட்டு மாடையும் அடிச்சிருக்குது, வீட்டில் வளர்க்கக்கூடிய மாடையும் அடிச்சிருச்சு. அப்போ ஒரு புலி கிடையாது. ஒரு புலி ஒரே நேரத்தில் 2 மாடை கண்டிப்பாக நம்மளால அடிக்காது. அப்போ அங்கே எத்தனை புலி இருக்குன்னு தெரியல. ஆளுங்க வேலைக்கு போகிறதுக்கு பார்த்தீங்கன்னா காலைல எஞ்சி வேலைக்கு போகிறதுக்கு பயந்து நிறைய பேர் நடக்க முடியாதவங்க, இந்த மாதிரி பாவப்பட்ட தொழிலாளிகள் വേലയ്ക്ക് പോறதுக்கு இன்னைக்கு ഭയപ്പെടக்கூடிய ഒരു സൂழ்நிலை ആയിപ്പോச்சு. എസ്റ്റേറ്റ് ജോലിക്കൊപ്പം പശു വളർത്തലാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ പ്രധാന വരുമാന മാർഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ തെന്മല ഭാഗത്ത് 2 പശുക്കളെയും ദേവികുളം മേഖലയിൽ 2 പശുക്കളെയും ഇന്ന് രാവിലെ സൈലന്റ് വാലിയിൽ 1 പശുവിനെ വന്യജീവി ആക്രമിച്ച് കൊലപ്പെടുത്തി. 2 പശുക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വളർത്തുമൃഗങ്ങൾക്ക് മാത്രമല്ല, ജോലിക്ക് പോകുന്ന തോട്ടം തൊഴിലാളികൾക്കും സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഭയത്തോടെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ വനംവകുപ്പ് മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. എത്രയും വേഗം ആക്രമണം നടത്തുന്ന വന്യജീവിയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.